ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. രാവിലെ ഇപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പർച്ചേസിങ് ഉണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോട് പോവാണ്. അപ്പോൾ കുട്ടികളെ നമ്മൾ സ്കൂളിലാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ പോണത്. തിരിച്ചൊരു 3:30 ആകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചെത്തണം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരത്താണ് നമ്മൾ പോകുന്നത്. നമ്മൾ കോഴിക്കോട് എത്തിയപ്പോൾ വിചാരിച്ചു ഒന്ന് ആദ്യം ഉമ്മാനെ കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ ഉമ്മാനെ കണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ നമ്മൾ ഡ്രസ്സ് പർച്ചേസിങ് ചെയ്യേണ്ട വീഡിയോ കാണിച്ച് തരണം കരുതി. പക്ഷേ എനിക്ക് മറന്നു പോയി എടുക്കാൻ കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ചുമ്മാനെ കണ്ടു വരുമ്പോൾ കുറച്ച് വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ കാറ്റും കൊണ്ടിരുന്നു കേട്ടോ. നല്ലൊരു തണലുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും ആ ഒരു ഭാഗം നല്ലൊരു കാറ്റുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാൻ. ഇത് കൂതിപ്പാലം ബീച്ചാട്ടോ. നേരെ ഞങ്ങൾ ടൗണിൽ മിഠായി തെരുവ് പോയിട്ട് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ LICൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു ഇരിക്കാൻ പറ്റുന്ന സ്പോട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം നമുക്കൊരു ഫോണിൻ്റെ കവർ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു കടയിൽ പോയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടല്ലോ നല്ല അടിപൊളി ഫോണിൻ്റെ കവർ ഉണ്ട് കേട്ടോ. അത്ര ഓവർ റേഞ്ചൊന്നുമില്ല. നമുക്ക് പറ്റുന്ന 150, 100, 200 ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഏത് ഫോണിനും പറ്റിയ സംഭവങ്ങളുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഞാൻ അത്രയും കളക്ഷൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ എല്ലാ മോഡൽ കവറുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതും ലാസ്റ്റ് അതേ പർച്ചേസ് ചെയ്ത് അതും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. പിന്നെ ഈ ഹോട്ടലിൽ മുമ്പ് എൻ്റെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും ഞാനും എൻ്റെ ഫ്രണ്ട്സാളും കൂടി വന്നത്. ക്രിസ്മസ് അതിനൊക്കെ അവിടെ ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ഞാൻ ഫസ്റ്റ് ടൈം എനിക്ക് ചട്ടിച്ചോറ് അവിടെ നിന്ന് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഹസ്ബൻഡ് വന്നപ്പോൾ ഒന്നുകൂടി പോകാമെന്ന് കരുതിയിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ഫുഡ് കഴിക്കാനുള്ള എന്തായാലും അപ്പോൾ അവിടെ പോകാമെന്ന് കരുതി. പിന്നെ വീഡിയോ എല്ലാവരും മുഴുവനായി കാണും കേട്ടോ. കണ്ടിഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും മറക്കാതിരിക്കരുത്. കമൻറ്റും ലൈക്കൊക്കെ ചെയ്യണേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഫുൾ ആളായിട്ട് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു ഞാനും ഫ്രണ്ട്സാളും. പക്ഷേ ഇത്തവണ എന്തോ അത്ര ആളില്ല, കുറഞ്ഞ ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നല്ലൊരു സൈലൻ്റ് ഏരിയയാണ് കൂടെ നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല കൂന്തൽ ഫ്രൈയും ചിക്കൻ പൊരിച്ചതും മീൻ പൊള്ളിച്ചതും ഓംലേറ്റും പിന്നെ എന്താണ് ചമ്മന്തി, നമ്മൾ ഉണക്കമീൻ ചമ്മന്തി ഉണ്ടല്ലോ, നമ്മൾ ഉണക്കമീൻ ഇതില്ലേ നമ്മളെ ചെമ്മീൻ പൊടി, അതിൻ്റെ ചമ്മന്തി, സലാഡ, ഉപ്പേരി, പപ്പടം, സാമ്പാർ, മീൻ കറി, ഇന്ന് വേണ്ട സകല സാധനങ്ങളുണ്ട് കേട്ടോ. പിന്നെ റൈസ് കുറച്ചുള്ളൂ, അതുകൊണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇതാ ഓംലേറ്റും ഉണ്ടായിരുന്നേ. മീൻ പൊള്ളിച്ചൊന്നും പറയാനില്ല, നല്ല സ്പെഷ്യലായിരുന്നു കേട്ടോ. ഒരു രക്ഷയിൽ അടിപൊളി ടേസ്റ്റോ ഗ്രേവിയൊക്കെ കൂട്ടി തന്നെ നമുക്ക് കഴിക്കാം. അങ്ങനെ പിന്നെ ആ ഒരു യുദ്ധം കഴിഞ്ഞ് നമ്മൾ രണ്ടാളത്തും. അപ്പോൾ ജാസിയക്കും ഭയങ്കര ഇഷ്ടമായിട്ടിട്ട് ഇവിടുത്തെ ഫുഡ് നല്ല അടിപൊളി എന്നാണ് പറയുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോകാണ്. ഇപ്പോൾ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവിടെ എത്തണം. ആ ഒരു ടൈമിന് മക്കൾ സ്കൂൾ ഇട്ട് വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണേ. അപ്പോൾ തിരിച്ച് പോണ വഴിക്ക് നമുക്ക് കുറച്ച് നട്ട്സും ചോക്ലേറ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു കടയുണ്ട്, അജ്ഫാൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് സാധനം വാങ്ങിക്കാമെന്ന് കരുതി. അപ്പോൾ ടൈമും ഉണ്ട് കുറച്ചും കൂടി, പെട്ടെന്ന് എത്തിക്കണം അവിടെ. അപ്പോൾ അതാ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് ഇവിടെ പല പല ക്വാണ്ടിറ്റിയിലെന്ന് വെച്ചാൽ പല ക്വാളിറ്റി അനുസരിച്ചിട്ട് പല പല സാധനങ്ങളുണ്ട് കേട്ടോ. അണ്ടിയും ബദാമും ഒക്കെ. അതുകൂടെ കുറച്ച് സാധനം ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെയും ക്രിസ്മസിൻ്റെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്കും വൈനും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാ ഷോപ്പിലും ഇപ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.